പത്രോസിൻ്റെ രണ്ടാം ലേഖനം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിൻ്റെ രണ്ടാം ലേഖനം 3-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിൻ്റെ രണ്ടാം ലേഖനം 3-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കിയാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതേക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പുകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണുപോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. അവന് ഇപ്പോഴും എന്നേക്കും മഹത്വം. ആമേൻ. യേശുക്രിസ്തു രണ്ടാമത് വരും, കർത്താവിൻ്റെ പ്രത്യക്ഷത, ഇതിനെക്കുറിച്ചൊക്കെ അപ്പോസ്തലന്മാർ 1-ാം നൂറ്റാണ്ടിലുള്ള വിശ്വാസികളോട് പറഞ്ഞിരുന്നു. എന്നാൽ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് സംശയം തോന്നുവാൻ തുടങ്ങി. 1-ാം നൂറ്റാണ്ടിൽ അന്നുണ്ടായിരുന്ന വിശ്വാസികൾ മരിക്കുന്നതിനു മുമ്പ് തന്നെ കർത്താവ് വരും എന്ന പ്രതീക്ഷയിലാണ് അവർ ജീവിച്ചത്. അതുകൊണ്ടാണ് തെസ്സലോനിക്കയിലുള്ള വിശ്വാസികളിൽ ചിലർ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള വിശ്വാസികൾക്ക് വലിയ കൺഫ്യൂഷനായി. മരിച്ചവർക്ക് എന്ത് സംഭവിക്കും എന്ന ഒരു ആകുല ചിന്ത അവരെ ഭരിച്ചു. അതിനുള്ള മറുപടി തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതിനുശേഷം ജീവിച്ച ആളുകൾ, അവർക്ക് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള സംശയം ഉണ്ടായി എങ്കിൽ അത് സ്വാഭാവികമെന്നേ പറയാൻ പറ്റൂ. മാത്രമല്ല, ഈ ഉപദേശങ്ങളൊക്കെ കേൾക്കുകയും ദൈവവചനം മനസ്സിലാക്കുകയും ചെയ്യുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്ത ചില ആളുകൾ ഇവരെ പരിഹസിക്കാൻ തുടങ്ങി. കർത്താവ് വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായി? ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്തായി? സൃഷ്ടി മുതൽ ആരംഭത്തിൽ ലോകം എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ ഇന്നും തുടരുന്നു, ഒരു വ്യത്യാസവുമില്ല എന്ന പരിഹാസം അവർ സഹിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിഹസിക്കുന്നവർക്കുള്ള മറുപടി പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ഈ 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. അത് താമസമല്ല, മറിച്ച് അത് കർത്താവിൻ്റെ ദീർഘക്ഷമയാണ് എന്നാണ് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. അതിൻ്റെ കാരണവും താൻ പറയുന്നു. ചില ആളുകൾ കൂടി മാനസാന്തരപ്പെടണം എന്ന് ദൈവത്തിൻ്റെ പദ്ധതിയിലുണ്ട്. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ്. മാനസാന്തരപ്പെടുവാൻ വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവം ദീർഘക്ഷമ കാണിക്കുകയാണ്. എന്നാൽ ആ ദീർഘക്ഷമ ദൈവത്തിൻ്റെ കഴിവുകേടാണ്, ദൈവം വാക്കുപാലിക്കാത്തവനാണ് എന്ന് വ്യാഖ്യാനിക്കരുത് എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. നാം ഒരു കാര്യം ഓർക്കണം, പത്രോസ് അപ്പോസ്തലൻ ഈ പറയുന്നത് വിശ്വാസികളായവരോടാണ്. അതുകൊണ്ട് 10-ാം വാക്യത്തിൽ താൻ കൊടുക്കുന്ന മുന്നറിയിപ്പ് വിശ്വാസികൾക്ക് കൂടി ഉള്ളതാണ്. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും എന്ന് വച്ചാൽ
ആരും ഉദ്ദേശിക്കാത്ത സമയത്ത് കർത്താവ് വരും. അതൊരു വലിയ സംഭവമായിരിക്കും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോവുകയും ചെയ്യും എന്ന് പറയുന്നു. ആകാശം ഒഴിഞ്ഞു പോവുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുകയില്ല. അതെങ്ങനെ സംഭവിക്കും? ഒരുപക്ഷെ അവിടെ ആകാശം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഭൂമിയുടെ അന്തരീക്ഷമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അന്തരീക്ഷം ഇല്ലാതാകുക എന്ന് പറയുന്നത് വലിയ വിഷമമുള്ള കാര്യമൊന്നുമില്ല. അത് നടക്കാവുന്നതേ ഉള്ളൂ. കാരണം നമുക്കറിയാവുന്ന, നാം പഠിച്ചിട്ടുള്ള വാതകങ്ങളാണല്ലോ ഈ അന്തരീക്ഷത്തിലുള്ളത്. അതില്ലാതാക്കാൻ സാധിക്കും. ഇന്ന് മനുഷ്യൻ വിചാരിച്ചാലും അത് സാധിക്കും എന്ന് നമുക്കറിയാം. അന്തരീക്ഷത്തിന് മനുഷ്യൻ്റെ ചില പ്രവൃത്തികൾ കൊണ്ട് ചില ക്ഷതമൊക്കെ ഉണ്ടാകുന്നു, ഓസോൺ പാളികളിൽ ദ്വാരമുണ്ടാകുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നമ്മൾ വായിക്കാറുണ്ടല്ലോ. മനുഷ്യനെ കൊണ്ട് തന്നെ ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായും ദൈവത്തിന് ഈ അന്തരീക്ഷം ഇല്ലാതാക്കാൻ വലിയ വിഷമമൊന്നുമില്ല. ആകാശം എന്ന വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തെക്കുറിച്ചാണെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കാം. ഇനി അതല്ല, അതിനു പുറത്തുള്ള ആകാശമാണ് പത്രോസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതും നീക്കിക്കളയുവാൻ ദൈവത്തിന് സാധിക്കും. കാരണം അതിന് ശേഷം പറയുന്ന കാര്യം, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. ഇത് AD 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മുക്കുവനായ ഒരാളാണ് എഴുതിയത് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നും. ഇന്ന് 1 നൂറ്റാണ്ട് മുമ്പ് ഇതൊക്കെ വെറും വങ്കത്തരമാണെന്ന് പറഞ്ഞ ആളുകൾ പരിഹസിച്ചിട്ടുണ്ട്. മൂലപദാർത്ഥങ്ങൾ വെന്തുപോവുകയോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഓരോ പദാർത്ഥത്തിൻ്റെയും ഏറ്റവും ചെറിയ കണിക അതിൻ്റെ തന്മാത്രയാണ്. ആ തന്മാത്രയ്ക്ക് സ്ഥിരമായി നിൽക്കുവാൻ സാധിക്കും. എന്നാൽ ആ തന്മാത്രകളെയും വിഘടിക്കുവാൻ സാധിക്കും എന്ന് രസതന്ത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ആറ്റം, അണു, അതാണ് നാം സയൻസിൽ പഠിക്കുന്നത്. ഒരു തന്മാത്രയെ വിഭജിച്ച് ആറ്റങ്ങളാക്കി മാറ്റാം. ആ ആറ്റത്തെയും വിഭജിക്കാമെന്ന് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ആളുകൾ കണ്ടുപിടിച്ചു, അത് പരീക്ഷിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് ആണവ റിയാക്ടറുകളും അണുബോംബുകളും ഒക്കെ ഉണ്ടായത്. അപ്പോൾ മൂലപദാർത്ഥങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് കണ്ണുകൊണ്ടോ സൂക്ഷ്മദർശിനികൾ കൊണ്ടോ കാണാൻ കഴിയാത്ത അത്ര ചെറിയ മൂലപദാർത്ഥങ്ങൾ, അതിനെപ്പോലും വിഭജിക്കുവാനും അതിൽ നിന്ന് വലിയ ശക്തി ഉണ്ടാക്കുവാനും ഒക്കെ കഴിയുമെന്ന് ഇന്ന് നമുക്കറിയാം. 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പത്രോസിന് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ഒരു മുക്കുവനായിരുന്നല്ലോ അദ്ദേഹം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം ശാസ്ത്രീയമായി വളരെ ശരിയാണെന്ന് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് അറിയാം. മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴിയാൻ സാധിക്കും. ഭൂമിയും അതിലുള്ള മുഴുവൻ പണികളും വെന്തുപോകത്തക്ക വണ്ണം ഭൂമിയെ നശിപ്പിക്കുവാൻ തക്ക അണുവായുധ ശേഖരം ഇന്ന് 1-ലധികം രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഭൂമി മുഴുവൻ കത്തിപ്പോവെന്ന് പറയുന്നത് കെട്ടുകഥയാണ്, നടക്കാൻ പോകാത്ത കാര്യമാണ് എന്നൊന്നും ഇന്ന് ആരും പറയുകയില്ല. ഭൂമി അത് വെന്തുപോകും, അതിലുള്ള പണികളും വെന്തുപോകും. എന്താണ് അതിലുള്ള പണികൾ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ യെരുശലേം ദേവാലയത്തിൽ ചെന്നു. അപ്പോൾ തൻ്റെ ശിഷ്യന്മാർ ആ ദേവാലയത്തെ കർത്താവിന് കാണിച്ചു കൊടുക്കുകയാണ്. ഈ ദേവാലയം കണ്ടോ, എത്ര മനോഹരമായിട്ട് പണിതിരിക്കുന്നു, ഇതിലുള്ള പണികൾ കണ്ടോ എന്ന് വെച്ചാൽ ദേവാലയത്തെ മോടി പിടിപ്പിക്കുവാൻ, ഭംഗിയുള്ളതാക്കി തീർക്കുവാൻ വേണ്ടി അതിൽ ചില പണികളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം നശിച്ചു പോകും. ഇവിടെ ഭൂമിയും അതിലുള്ള പണികളും. യെരുശലേം ദേവാലയം വാസ്തവത്തിൽ കത്തിച്ചു കളയായിരുന്നു. കത്തിച്ചപ്പോൾ സ്വർണ്ണം ഉരുകി അതിൻ്റെ അടിത്തറയ്ക്കിടയിലേക്ക് ഇറങ്ങിയതുകൊണ്ടാണ് അതിലുള്ള എല്ലാ കല്ലുകളും ഇളക്കിയെടുത്ത് സ്വർണം എടുത്തു. അങ്ങനെയാണ് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോയത്. അതുപോലെ തന്നെ ഭൂമിയും വെന്ത് അഴിയും, കത്തിപ്പോകും, അതിലുള്ള പണികളും വെന്തു പോകും. ഇന്ന് ഭൂമിയിൽ മനുഷ്യൻ്റേതായ പല പണികളുമുണ്ട്. വളരെ മനോഹരങ്ങളായ ആകർഷകങ്ങളായ പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്തു വച്ചിട്ടുണ്ട്. എന്നാൽ അതെല്ലാം വെന്തുപോകും. ഈ ഭൂമിയിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരവസാനമുണ്ട്.
ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെ ആശ്രയിച്ചാൽ നാം സ്ഥിരമല്ലാത്ത ഒരു കാര്യത്തിലാണ് ആശ്രയിക്കുന്നതെന്നാണ് അർത്ഥം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ ഭൂമിയിലുള്ളതൊക്കെ വെന്തുപോകുവാൻ വേണ്ടി ഉള്ളതാണ്. ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കയാൽ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. കർത്താവ് ഈ ഭൂമിയെ വീണ്ടും സന്ദർശിക്കുമ്പോൾ ഈ ഭൂമിയെ നശിപ്പിക്കും, അല്ലെങ്കിൽ ഇത് വെന്തഴിഞ്ഞു പോകും. ചില വേദപണ്ഡിതാക്കൾ പറയുന്നത് ഇതിനെ ഒരു പുതിയ ഭൂമിയാക്കി മാറ്റും. അതിനു വേണ്ടി അത് വെന്തഴിഞ്ഞു പോകും, നശിച്ചു പോകും. അതിനുശേഷം പുതിയ ഭൂമി ഉണ്ടാകുമെന്നാണ്. എന്തുമായിക്കൊള്ളട്ടെ, ആ ദിവസത്തിന് വേണ്ടിയാണ് നാം, അതായത് വിശ്വാസികൾ കാത്തിരിക്കുന്നത്. അവർ കാത്തിരിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ഭൂമി നശിച്ചു പോകണം എന്ന ആഗ്രഹത്തിലല്ല, മറിച്ച് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചുള്ള അവരുടെ ആകാംക്ഷ. അതുകൊണ്ടാണ് അവർ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതിനു വേണ്ടി കാത്തിരിക്കുക, അതിനെ ബന്ധപ്പെടുത്തുക, അത് വേഗം നടക്കുവാനായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ, നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ വിശുദ്ധ ജീവിതം, നമ്മുടെ ഭക്തി, അതാണ് കർത്താവിൻ്റെ വരവിനെ ത്വരിതപ്പെടുത്തുന്നത്, അതിനെ വേഗത്തിലാക്കുന്നത്. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. നാം കാത്തിരിക്കുന്നത് പുതിയ ഭൂമിക്കും പുതിയ ആകാശത്തിനും വേണ്ടിയാണ്. എന്താണ് പുതിയ ഭൂമിയുടെ പ്രത്യേകത? നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും. ഈ ലോകത്തിൽ ഇപ്പോൾ നീതിയാണോ വസിക്കുന്നത്? ഈ ലോകത്ത് നീതി കുറവാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, മുമ്പേ അവൻ്റെ, അതായത് ദൈവത്തിൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിപ്പിൻ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യവും അതിൻ്റെ നീതിയും അതിനു വേണ്ടി നാം അന്വേഷിക്കണം, അതിനുവേണ്ടി ശ്രമിക്കണം. കാരണം ഇവിടെ അതിൻ്റെ അഭാവമുണ്ട്. ദൈവത്തിൻ്റെ നീതിയല്ല ഭൂമിയിൽ ഇന്ന് വാഴുന്നത്. എന്നാൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ദൈവത്തിൻ്റെ നീതി വസിക്കും. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ നീതി പ്രകാരമായിരിക്കും. അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. അല്ലാതെ വെള്ളച്ചാതി ഈ ഭൂമി ഒന്ന് കത്തിച്ച് കളഞ്ഞെങ്കിൽ അതിനു വേണ്ടിയല്ല നാം കാത്തിരിക്കുന്നത്, മറിച്ച് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി, നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ, അതായത് പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കിയാൽ, അവൻ നിങ്ങളെ കറയും കളങ്കവുമില്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. ഇതുവരെ നാം വിചാരിച്ചത് ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആളുകൾ മാനസാന്തരപ്പെടണം, അതിനുവേണ്ടിയാണ് ദൈവം കാത്തിരിക്കുന്നത് എന്നാണ്. അത് ശരിയാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് എസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ പ്രമാണം. അതേ അധ്യായത്തിൻ്റെ അവസാനം താൻ പറയുന്നു, ഈ അനീതി ചെയ്യുന്ന ആളുകളുടെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല, അവരെങ്ങനെയെങ്കിലും മാനസാന്തരപ്പെടണം, അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ദൈവം കാത്തിരിക്കുന്നത്. പാപികളെ എങ്ങനെയെങ്കിലും ശിക്ഷിച്ച് നരകത്തിലിടണമെന്നല്ല ദൈവത്തിൻ്റെ ആഗ്രഹം, മറിച്ച് അവർ മാനസാന്തരപ്പെടുകയും അവർ രക്ഷ പ്രാപിക്കുകയും ചെയ്യണമെന്നാണ് തൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി താൻ കാത്തിരിക്കുന്നു. അത് നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇപ്പോൾ 14-ാം വാക്യത്തിൽ വിശ്വാസികളായ ആളുകളെക്കുറിച്ചാണ് താൻ പറയുന്നത്. നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ, അതായത് നമ്മുടെ കർത്താവ്, നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷയെന്ന് വിചാരിപ്പിൻ. ഇവിടെ കർത്താവ് ദീർഘക്ഷമ കാണിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ്. അവരുടെ ജീവിതത്തിൽ കറയോ കളങ്കമോ ഉണ്ടെങ്കിൽ അത് മാറ്റുക. അതിനു വേണ്ടി കൂടിയാണ് കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നത്. ഇതുവരെ നമ്മൾ വിചാരിച്ചത് കർത്താവ് വരാൻ താമസിക്കുന്നത് ചില അവിശ്വാസികൾ വിശ്വാസികളായി തീരുവാൻ വേണ്ടിയാണ് എന്നാണ്. എന്നാൽ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നു,
കർത്താവ് വരാൻ താമസിക്കുന്നതിന് വേറൊരു കാരണമുണ്ട്. ചില വിശ്വാസികൾ അവരുടെ ജീവിതത്തിലെ കറയും കളങ്കവും മാറണം. അത് വെച്ചുകൊണ്ട് കർത്താവിനെ എതിരേൽക്കുക എന്ന് പറഞ്ഞാൽ അതവർക്ക് സമാധാനമായിരിക്കില്ല. കർത്താവിനെ എതിരേൽക്കുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ടായിരിക്കില്ല, മറിച്ച് ഭയമായിരിക്കും. ഇന്ന് അനേക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയാണ്. കർത്താവ് വരാൻ ഒരുങ്ങിയിരിക്കുകയാണെന്നും പറഞ്ഞ് പാട്ടൊക്കെ പാടും. പക്ഷേ കർത്താവിനെ എതിരേൽക്കാൻ വാസ്തവത്തിൽ ഒരുങ്ങിയിട്ടുണ്ടോ? കർത്താവ് വന്ന് നിങ്ങളോട് കണക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ധൈര്യമായി തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾക്ക് കണക്ക് കൊടുക്കുവാൻ സാധിക്കുമോ? അതിന് വിശ്വാസികൾക്ക് കഴിയുമോ? അതുകൊണ്ടുകൂടി ആണ് കർത്താവ് തൻ്റെ വരവ് താമസിപ്പിക്കുന്നത്. അവർക്ക് ഈ ഭൂമിയിൽ അല്പം കൂടി സമയം കൊടുത്തിട്ട് ആ സമയം കൊണ്ട് അവരുടെ ജീവിതത്തിൽ നിന്ന് കറയും കളങ്കവും മാറ്റുവാൻ അവൻ ശ്രമിക്കുകയാണ്. പ്രിയ സുഹൃത്തേ, നിങ്ങൾ കർത്താവിനെ എതിരേൽക്കാൻ ഇന്ന് ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ വിശ്വാസിയായിരിക്കും, സ്വർഗത്തിൽ പോകുന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ട്. എന്നാൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾക്ക് കണക്ക് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കൈ ബലപ്പെട്ടിരിക്കുമോ? അതോ നിങ്ങൾ സമാധാനമില്ലാത്തവരായിരിക്കുമോ? അങ്ങനെ കർത്താവിനെ സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നാം ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ കർത്താവ് വരാൻ താമസിക്കുന്നത് തീർച്ചയായും അവൻ്റെ ദീർഘക്ഷമയാണ്, അത് എന്നോടുള്ള അവൻ്റെ കരുണയാണെന്ന് വിശ്വാസികളും ചിന്തിക്കുവാൻ ഇടയാകും. 15-ാം വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ പൗലോസിൻ്റെ എഴുത്തുകളെക്കുറിച്ച് പറയുകയാണ്. പല വേദപണ്ഡിതന്മാരും വിശ്വസിക്കുന്നത് പത്രോസ് എഴുതുന്ന ഈ വിശ്വാസികൾ അവർ വിശ്വാസത്തിലേക്ക് വന്ന് പൗലോസിൻ്റെ പ്രസംഗം കേട്ട് പൗലോസിൻ്റെ ശുശ്രൂഷ കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ്റെ എഴുത്തുകൾ ഒരു പക്ഷേ ഇവർ വായിച്ചു കാണും. ഒരു പക്ഷേ എന്നല്ല, തീർച്ചയായും വായിച്ചിട്ടുണ്ട്. അത് ഏതാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ലാതെയുള്ളൂ. പൗലോസ് എഴുതിയ എഴുത്തുകളെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. പത്രോസും പൗലോസും, പത്രോസ് യേശുക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യനാണ്. എന്നാൽ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ മരണശേഷം, തൻ്റെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണം കഴിഞ്ഞ ശേഷം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരികയും അപ്പോസ്തലനായി തീരുകയും ചെയ്തതാണ്. എന്നാൽ ദൈവം പൗലോസിനെയാണ് പുതിയ നിയമത്തിലെ അനേക ഗ്രന്ഥങ്ങൾ എഴുതുവാൻ ഉപയോഗിച്ചത്. അതുമാത്രമല്ല, ഗലാത്യ ലേഖനം നാം വായിക്കുമ്പോൾ പൗലോസും പത്രോസും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി. പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു കപടം കണ്ടിട്ട് പൗലോസ് അവനെ പരസ്യമായി ശാസിച്ചു, അവനോട് എതിർത്തു നിന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ തമ്മിലൊരു പ്രശ്നവും ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ പിന്നീട് ആ ആളെ ഒഴിവാക്കുക, അയാളെക്കുറിച്ചൊരു നല്ല കാര്യം പറയാതിരിക്കുക എന്നതാണ് സാധാരണ ആളുകൾ ചെയ്യുന്നത്. പത്രോസിന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഞാനാണ് സീനിയർ, ഞാനാണ് യേശു ക്രിസ്തുവിനെ കണ്ടത്. പൗലോസ് ഒരിക്കലും യേശു ക്രിസ്തുവിൻ്റെ കൂടെ ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് അപ്പോസ്തലൻ എന്നുള്ള സ്ഥാനം അവന് പറ്റുമോ? മാത്രമല്ല, അവൻ എന്നെ ശാസിക്കാൻ, എന്നെ ഭത്സിക്കാൻ ഒക്കെ ധൈര്യം കാണിച്ചു, അത്രയ്ക്ക് വേണമായിരുന്നു എന്നൊക്കെയുള്ളൊരു മനോഭാവം വേണമെങ്കിൽ പത്രോസിന് ഉണ്ടാകാമായിരുന്നു. എന്നാൽ അതൊന്നുമില്ല. വളരെ ശ്രേഷ്ഠമായ നിലയിലാണ് പത്രോസ് പൗലോസിൻ്റെ എഴുത്തുകളെക്കുറിച്ച് പറയുന്നത്. അതിൻ്റെ കാരണവും താനോട് പറയുന്നുണ്ട്. തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം. പൗലോസിന് ജ്ഞാനമുണ്ട്, അനേക ഗ്രന്ഥങ്ങൾ എഴുതുവാൻ പൗലോസിന് ഇടയായെങ്കിൽ അതിൻ്റെ കാരണം ദൈവം അവന് ജ്ഞാനം കൊടുത്തതാണ്. ദൈവം കൊടുത്ത കഴിവാണ്, ദൈവം കൊടുത്ത കൃപാവരമാണ്. അതുകൊണ്ടാണ് അവന് അത് എഴുതുന്നത്. ഇത് അനേക ആളുകൾക്ക് പൗലോസ് എഴുതിയിട്ടുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഗ്രഹിക്കാൻ വിഷമമുള്ളതാണ് എന്നും പത്രോസ് പറയുന്നു. ഇത് പറയുന്നത് പത്രോസാണെന്ന് ഓർക്കണം. പൗലോസിൻ്റെ എഴുത്തുകളിൽ ചിലത് മനസ്സിലാക്കാൻ വിഷമമുണ്ട് എന്ന് പത്രോസ് പറഞ്ഞു. എന്നാൽ ഇന്ന് ജീവിക്കുന്ന ചില ആളുകൾ, അവർ പറയുന്നത് വേദപുസ്തകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് നല്ലപോലെ അറിയാം, എല്ലാം വിശദമായിട്ട് അവർക്കറിയാം, അവർക്ക് യാതൊരു സംശയവും ഇല്ലെന്നാണ്. അതൊരല്പം കടന്ന കൈയാണ്. കാരണം ദൈവവചനത്തിലുള്ള എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണമായ അർത്ഥം എല്ലാവർക്കും
അറിയാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ പത്രോസ് ഇത് പറയലായിരുന്നു. പത്രോസ് പറയുന്നത് പൗലോസിൻ്റെ എഴുത്തുകളിൽ മനസ്സിലാക്കാൻ വിഷമമുള്ള ചില കാര്യങ്ങളുണ്ടെന്ന് തന്നെയാണ്. പോട്ടെ, ഈ എഴുത്തുകൾ ദൈവവചനമാണെന്നും പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഇന്ന് അനേക ആളുകൾ പൗലോസിൻ്റെ എഴുത്തുകൾ ദൈവവചനമല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. എന്നാൽ പത്രോസ് തന്നെ പറയുന്നു പൗലോസിൻ്റെ എഴുത്തുകൾ ദൈവവചനമാണ്, തിരുവെഴുത്താണെന്ന്. അതെങ്ങനെ നമുക്കറിയാം? 16-ാം വാക്യത്തിൽ താൻ പറയുന്നു, അവയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരവരുമായവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും, അതായത് പൗലോസിൻ്റെ എഴുത്തുകൾ. അപ്പോൾ പൗലോസിൻ്റെ എഴുത്തുകൾ ശേഷം തിരുവെഴുത്ത് പോലെ തന്നെയാണ്, അതിനോട് സമമാണ്. അത് കൂട്ടിക്കളഞ്ഞാൽ അതവരുടെ നാശത്തിനാണ്. അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ പൗലോസിൻ്റെ എഴുത്തുകൾ ദൈവവചനമാണ്, തിരുവെഴുത്താണ് എന്നിവിടെ സമ്മതിക്കുന്നു. തിരുവെഴുത്ത് കൂട്ടിക്കളയുന്നവർ അത് സ്വന്തം നാശത്തിനാണ് ചെയ്യുന്നത് എന്നും താൻ മുന്നറിയിപ്പ് നൽകുന്നു. ഈ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷമാണ് 17-ാം വാക്യം, എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പുകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇവർക്ക് എന്തിനാണ് ഈ മുന്നറിയിപ്പ് നൽകിയത്? നമുക്കറിയാം, മുന്നറിയിപ്പ് അപകടം വരുന്നതിന് തൊട്ട് മുൻപാണ്. അതിനാണ് മുന്നറിയിപ്പ്. അപകട സാധ്യത ഇല്ലെങ്കിൽ മുന്നറിയിപ്പിൻ്റെ ആവശ്യമില്ല. അധർമ്മികൾ വഞ്ചിക്കുവാൻ വരും എന്ന കാര്യം സത്യമാണ്. പരിഹാസികൾ, ദുരുപദേഷ്ടാക്കന്മാർ എഴുന്നേറ്റ് വിശ്വാസികളെ വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട്. അത് സംഭവിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് പത്രോസ് അപ്പോസ്തലൻ ഈ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ മുന്നറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങരുത്, സ്വന്തം സ്ഥിരത വിട്ട് പോകാതിരിക്കണം. സ്വന്തം സ്ഥിരത എന്ന് വെച്ചാൽ ദൈവം അവരെ ആക്കി വച്ചിരിക്കുന്ന അവസ്ഥ, സ്ഥിരമായി ചെയ്തുകൊണ്ടേയിരിക്കേണ്ട അവസ്ഥ, സ്ഥിരത. അത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നത് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ചെയ്യാതെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നിഗളിക്കുന്നവരാണ് വീണു പോകുന്നത്. ദൂതന്മാർ വീണു പോയത് അങ്ങനെയാണ്. ദൈവം അവർക്ക് ശ്രേഷ്ഠമായ പദവിയും ജോലിയും നൽകിയിരുന്നു. എന്നാൽ അതുപോരാ. അവർക്ക് ദൈവം കൊടുത്ത ആ പൊസിഷൻ, ആ അവസ്ഥ വിട്ട് വേറെ അവസ്ഥയിലേക്ക് മാറാൻ അവർ ആഗ്രഹിച്ചു, സ്ഥിരത വിട്ടു, അവർ വീണുപോയി. വലിയ അപകടമാണ്, സൂക്ഷിച്ചു കൊള്ളണം എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. പത്രോസ് അപ്പോസ്തലൻ ഈ 2-ാം ലേഖനം എഴുതിയതിൻ്റെ പ്രധാന ഉദ്ദേശം ഇതാണ്: വഞ്ചിക്കപ്പെടരുത്, ദുരുപദേഷ്ടാക്കന്മാരുടെ വഞ്ചനയിൽ പെട്ടുപോകരുത്. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്ഥാനം, പദവി, ഉത്തരവാദിത്വം, ശുശ്രൂഷ അത് വിട്ടുകളയരുത്, അതിനെ നിസ്സാരമായി കാണരുത്. അങ്ങനെ സൂക്ഷിച്ചു കൊള്ളണം എന്ന വാർണിംഗ്, മുന്നറിയിപ്പ് നൽകുവാനുള്ള കത്താണിത്. പത്രോസ് തൻ്റെ ഈ കത്ത് അവസാനിപ്പിക്കുന്നത്, കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവിൻ. ആരാണ് വളരേണ്ടത്? നമുക്കറിയാം, കുഞ്ഞു കുട്ടികളാണ് വളരേണ്ടത്. 20 വയസ്സ് കഴിഞ്ഞാൽ ഒരു വ്യക്തി വളരുകയില്ല. എന്നാൽ 18-ാം വാക്യം പറയുന്നത് മരണം വരെ വളരണമെന്നാണ്. അനേക വിശ്വാസികൾ എനിക്കെല്ലാം അറിയാം, ഇനി എനിക്കൊന്നും പഠിക്കാനില്ല എന്ന മനോഭാവമുള്ളവരാണ്. അങ്ങനെയുള്ളവർ ഈ 18-ാം വാക്യം ബൈബിളിൽ നിന്ന് കീറിക്കളയണം. കാരണം അവരോടും കൂടെയാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, കൃപയിലും യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരണം. ആ വളർച്ചയ്ക്ക് ഒരവസാനമില്ല. ജീവിതാവസാനം വരെ, മരണം വരെ, കർത്താവിൻ്റെ വരവ് വരെ നാം വളർന്നുകൊണ്ടേയിരിക്കണം. ഈ നിലയിൽ പത്രോസിൻ്റെ 2-ാം ലേഖനം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ആ ലേഖനത്തിൻ്റെ അവസാനം വരെ ചിന്തിക്കുവാൻ നമ്മളെ ഇടയാക്കി. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ
ദുരുപദേഷ്ടാക്കന്മാരുടെ വഞ്ചനയിൽ കുടുങ്ങാതെ ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിലും പദവിയിലും സ്ഥിരമായി മുന്നേറാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, പത്രോസിൻ്റെ 2-ാം ലേഖനത്തിനായി സ്തോത്രം. ഞങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ എഴുതിയിരിക്കുന്ന ഒരു ലേഖനമാണല്ലോ ഇത്. ഇതിൻ പ്രകാരം വിശ്വാസത്തിൻ്റെ എല്ലാ അടിസ്ഥാന പ്രമാണങ്ങളും എപ്പോഴും ഓർത്തിരിക്കുവാനും അത് ആചരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ദുരുപദേഷ്ടാക്കന്മാരിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അവർ ഞങ്ങളെ വഞ്ചിക്കുവാൻ ഇടയാകരുതേ. ദൈവവചനത്തെ പരിഹസിക്കുന്നവരുടെ പരിഹാസത്തിൽ ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവിൻ്റെ വരവിനായി ഉത്സാഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ജീവിതത്തിലുടനീളം കൃപയിലും യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിലും വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 098802221957 എന്ന നമ്പർ ഉപയോഗിക്കുക.